ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കാര്യത്തിൽ ഞാൻ ആദ്യമേ പറയാൻ പോകുന്നത് രാവിലെയും രാത്രിയും നമ്മൾ പഠിക്കുന്നതിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ്. കുറേയധികം പണ്ട് തൊട്ടേ കൂട്ടുകാർ പഠിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ വെളുപ്പാൻ കാലത്ത് എണീച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഉപയോഗമുള്ള കാര്യമുണ്ട്, രാവിലെ എണീച്ച് പഠിക്കണമെന്ന്. പക്ഷേ എല്ലാവർക്കും എന്നെക്കൊണ്ട് പറ്റില്ല രാവിലെ എണീച്ച് പഠിക്കാൻ, ഭയങ്കര പാടാണ്. ഞാൻ ലേറ്റ് നൈറ്റ് പഠിച്ചിട്ട് രാവിലെ താമസിച്ച് എണീച്ച് പഠിക്കുന്ന ഒരാളാണ്. പക്ഷേ രാവിലെ എന്ന് പറയുന്ന ഒരു കാര്യം, അതായത് നമ്മൾ ഉറക്കം എണീക്കുന്ന സമയം നമ്മുടെ മൈൻഡ് ഫ്രഷ് ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്കൊരു കാര്യം ഒരാവശ്യം നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ കാണാൻ പോകുന്നത് രാവിലെ ആയിരിക്കും. അതിരാവിലെ നിങ്ങൾ പറയുന്ന ഒരു റിക്വസ്റ്റ് അതെപ്പോഴും അക്സെപ്റ്റബിൾ ആയിരിക്കും. കാരണം അയാളുടെ മൈൻഡിൽ ഫസ്റ്റ് പറയുന്ന കാര്യമാണ്, ഒരിക്കലും മറക്കില്ല. ആ ദിവസത്തെ നമ്മൾ പറയുന്ന ആ കാര്യം അവരുടെ മൈൻഡിൽ കാണും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം. നമ്മൾ രാവിലെ ഫസ്റ്റ് പഠിക്കുന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. മറക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇപ്പോൾ ഒരു CA നമ്മൾ പഠിക്കുകയാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ വേണം നമ്മൾ CA പഠിക്കുമ്പം അത് മനസ്സിലാക്കിയേക്കണം. ഈ വർഷം ചോദിക്കുന്ന ഒരു PSC പരീക്ഷയിൽ ഉറപ്പായും വരുന്നൊരു ചോദ്യമാണത്. ഇന്ത്യ ഒരൊറ്റ തവണ മാത്രമേ ഹോക്കി വേൾഡ് കപ്പിൽ ജയിച്ചിട്ടുള്ളൂ. ഇന്ത്യക്ക് തുടർച്ചയായിട്ട് 6 ഒളിമ്പിക് ഹോക്കി വിജയങ്ങൾ വരെ ഉണ്ട്. ഈ ഇന്ത്യ എന്ന് പറയുന്നത് ഹോക്കിയുടെ മാന്ത്രികനായ ധ്യാൻചന്ദിൻ്റെ നാടാണ്. പക്ഷേ ഇന്ത്യയിൽ ഹോക്കി വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് ഒരൊറ്റ തവണ കിട്ടിയിട്ടുള്ളൂ. 1975 മാർച്ച് 15 മലേഷ്യയിൽ വെച്ച് നടന്ന ഒളിമ്പിക്കല്ല ലോകകപ്പ് ഹോക്കി വേൾഡ് കപ്പിലാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ 1-2, അതായത് 2 ഗോളുകൾക്ക് ജയിച്ച്. ഇന്ത്യ 2 ഗോളടിച്ചു, പാകിസ്ഥാൻ 1 അടിച്ചോളൂ. അന്ന് ഇന്ത്യക്ക് നേതൃത്വം നൽകിയത് അജിത് പാൽ സിംഗ് ആണ്. അപ്പോൾ 1975 മാർച്ച് 15 ഇന്ത്യക്ക് ഹോക്കി വേൾഡ് കപ്പിൽ സ്വർണം കിട്ടി, അതായത് ഫൈനലിൽ വിജയിച്ചു. അജിത് പാൽ സിംഗ് ആയിരുന്നു ഇന്ത്യയുടെ ക്യാപ്റ്റൻ. 2 ഗോളുകൾക്കാണ് ഇന്ത്യ ജയിച്ചത്. പാകിസ്ഥാൻ 1 ഒരൊറ്റ ഗോളെ അടിച്ചോളൂ. 1975 മാർച്ച് 15. ഇപ്പോൾ അതിന് 50 വർഷം തികഞ്ഞിരിക്കുന്നു. ഇത് ചോദ്യമായിട്ട് വരും. ഗുഡ് മോർണിംഗ്.